അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സബാഖേർ. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകളും ഇബാദത്തുകളൊക്കെ സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്, നമുക്കൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഒരു ഉപകാരം ലഭിച്ച് ഒരാളുടെ ഭാഗത്തു നിന്നൊരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മറുപടി എങ്ങനെ കൊടുക്കുന്നത് അറിയോ? മഷ്കൂർ, ജസാക്കല്ലാ ഖൈർ, ബാറക്കല്ലാ ഫീക്ക്, ശുക്ർ ഹബീബി, ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കട്ടോ. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അറബ് രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ആ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്ന അവർ സംസാരിക്കുന്ന ആ ഒരു സംസാരം നമ്മളൊക്കെ പല സമയങ്ങളിലും വളരെ ആഹ്ലാദഭരിതരാക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചെറിയൊരു കാര്യം അപ്പം നമ്മൾ തന്നെ ആലോചിക്കുന്നു, ഇപ്പം ഞാനെന്ത് എത്ര വലിയ കാര്യം ചെയ്ത്. പക്ഷെ അതല്ല, ആ ഒരു സന്ദേശത്തിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ആ ഒരു സന്ദേശം കൈമാറുന്നതോട് കൂടിയിട്ട് നമ്മളെ മനസ്സിനെ വല്ലാതെ അത് പിന്നെയും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് കേൾക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട് അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നേരം വെളുത്ത വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങളുടെ പിന്നാലാണല്ലോ. അപ്പോൾ പല മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ഏതായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരാളിൽ നിന്നൊരു സാമ്പത്തിക സഹായം കിട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ആയിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാക്കുകൊണ്ടൊരു പ്രവൃത്തി ആയിക്കോട്ടെ, വാക്കുകൊണ്ടൊരു സഹായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ അവരോട് കടപ്പെട്ടവരാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു സ്നേഹം കൊണ്ട്, ഒരു വാക്യം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ നമ്മളത് അവർക്ക് പറഞ്ഞ് ബാറക്കല്ലാ ഫീക്ക്, അല്ലെങ്കിൽ മഷ്കൂർ, ജസാക്കല്ലാ ഖൈർ, ശുക്ര ഹബീബി, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി കിട്ടും. മനസ്സിലാവുണ്ടോ? മറ്റേത് നമ്മളൊന്നുമില്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്ത്, വേണ്ട, അങ്ങനെ നമ്മളുടെ ആ ഒരു കൾച്ചർ ഒഴിവാക്കും. ഞാൻ ഒരുപാട് കാലം അറബികളുടെ കൂടെ ജീവിച്ചതുകൊണ്ട് അവരുടെ കുറേ അനുഭവ സമ്പത്ത്, അവരുടെ ആ ഒരു കൾച്ചറൊക്കെ ഒരുപാട് എനിക്ക് കിട്ടി എന്നുള്ളൊരു വലിയ സന്തോഷം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യ ചെല്ലുന്ന കാലത്ത് അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കാര്യമായിട്ട് ഈജിപ്ഷ്യൻ, ലബനാനി, അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ അറബിക് നാഷണാലിറ്റി ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൾച്ചറൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റി. അപ്പോൾ അവരുടെ ആ സംസാരം, അവരുടെ ആ ഭാഷ, അവരുടെ ആ പെരുമാറ്റം, ജനങ്ങളുടെ ഒരു കാര്യം ചെയ്യുന്നത്, ഏതൊരു കാര്യം ചെയ്യുന്നപ്പോൾ നമ്മളൊരു ഇമറാത്തി ആയിക്കോട്ടെ, അവരൊക്കെ പറയുന്നത് കേട്ടില്ലേ നമ്മൾ വളരെ സന്തോഷം തോന്നും. ചെറിയൊരു കാര്യം മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മതി, അവരപ്പം നമുക്ക് പറയും മഷ്കൂർ, ജസാക്കല്ലാ ഖൈർ. അതൊരു വലിയൊരു എനർജിയാണ്, ഒരു എനർജറ്റിക്കായി മാറുകയാണ്. നമുക്ക് ചെറിയൊരു വാക്യങ്ങളിലൂടെ വലിയ ദാനമാണ് നമ്മൾ ചെയ്യുന്നത്. പലരും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ, താങ്ക് യു പറയണമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അത് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു, നന്നായിട്ടോ, നിങ്ങൾ ചെയ്തതിന് വലിയ നന്ദിട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ കാണാതെ പോകില്ല, പക്ഷേ അത് തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പലർക്കും അത് തുടരാറില്ല. എന്തെങ്കിലും ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഇതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവനത് ചെയ്തു തരാൻ നിർബന്ധിതനാണ് എന്നൊക്കെയുള്ളൊരു ഭാഷയും ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മളൊരു ചെറിയ വാക്യങ്ങളിലൂടെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക. ഇത്തരം ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ നമ്മൾ മനുഷ്യന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും. നിങ്ങൾ ഇരുന്നാവും, ഇയാളിപ്പോൾ എന്താ രാവിലെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയണത്. അപ്പം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തർക്കും ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക. ഞാൻ വലിയ പഠിച്ചോനൊന്നല്ല, എനിക്ക് അതിനകത്ത് പഠിപ്പും കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടമാനം ആൾ നമ്മളോട് പലതും ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടാട്ടോ, നിങ്ങൾ ആ വീഡിയോയിലൂടെ അത് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് സന്തോഷമേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. അവരോടും എനിക്കങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞാനോടൊക്കെ മറുപടി പറയാറുണ്ട്. ഇന്നത്തെ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും മഷ്കൂർ, ജസാക്കല്ലാ ഖൈർ, ബാറക്കല്ലാ ഫീക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാത്ത്.